ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇത് 1 കിലോ മാങ്ങയാണ്, കടുമാങ്ങ ആക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ്. 1 കിലോ ഉണ്ട്, നല്ലോണം മൂത്ത മാങ്ങയാണ്. ഇത് ഉപ്പിട്ട് വെച്ചിട്ട് ഇപ്പം 2 മണിക്കൂറായി. നമ്മുടെ കല്ലുപ്പിട്ട് വെച്ചതാണ്. ഒരു 2 മണിക്കൂറായി കല്ലുപ്പിട്ട് വെച്ചിട്ട് ഇപ്പം കുറച്ച് വെള്ളം ഇറങ്ങാൻ തുടങ്ങി. പിന്നെ മാങ്ങ വെള്ളത്തിൻ്റെ ഉപ്പ് വെള്ളത്തിൻ്റെ. അപ്പോൾ ഇപ്പം 2 മണിക്കൂറായിട്ടുള്ളൂ വെച്ചിട്ട്. അവർ രാത്രി മുഴുവൻ വെക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് നമുക്കിത് പിന്നെ ബാക്കിയുള്ളത് ചെയ്യാം. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിക്കും ഒക്കെ ചെയ്യാം. चीनचट्टी एण्ण वेचिट्टुंड अभी ये ना मैं अचार बनाने जा रही है. छोटा छोटा काट के रखा. ये 1 किलो कैरी है कच्चा. ये एक अचार बनाने जा रहे हैं. अब इसके लिए मसाला क्या क्या करने के बताते हैं. अभी 1 टीस्पून राई डाला है. राई जी कड़क इट्टिट्टुंड. ഇപ്പോൾ ഇതാ ഇത്ര പേര് വെളുത്തുള്ളി, ലസൂൺ, മിർച്ചി, പിന്നെ അദ്രക്, ഇഞ്ചിയും മുളകും വെളുത്തുള്ളി എല്ലാം അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. എനിക്കിപ്പോൾ ഇത് ഇടണം. അപ്പോൾ ഇതിന് വേണ്ടുന്ന ബാക്കിയുള്ളതാണ്. ഇതിപ്പം റായി ക്രഷ് കറക്കിറക്കിയ നമ്മളെ കടുക്, പിന്നെ കാശ്മീരി ചില്ലി പൗഡർ 5 ടേബിൾ സ്പൂണ്, ഹൽദി പൗഡർ, നമ്മൾ മേത്തിക്ക പൗഡർ, ഉലുവപ്പൊടി. ഇത്രയാണ് വേണ്ടത്. ഇതൊന്ന് കടുക് പൊട്ടട്ടെ. ഈ ഉലുവയിൽ ഇടുന്നില്ല, ഉലുവ പൊടി ഉണ്ട്. അപ്പോൾ ഉലുവ ഇടേണ്ട ആവശ്യമില്ല. മേത്തി ഉണ്ടായിട്ട് മേത്തിക്ക പൗഡർ വേണം വെച്ചിട്ട്. अभी अदरक, तो साथ में ही अपन लहसुन भी डालते हैं. थोड़ा सा നമുക്ക് വെളുത്തുള്ളി ഇടാം. ഉള്ളിയും മുളകും വഴറ്റിയില്ലെങ്കിൽ പിന്നെ അത് കേടാൻ വല്ല സാധ്യതയുണ്ട്. അപ്പോൾ നല്ലോണം അത് ബ്രൗൺ കളറ്, ഗോൾഡൻ കളറെങ്കിലും ആവണം. കറിവേപ്പില ഇടുന്നുകൊണ്ട് കറിവേപ്പില ഇടാം കേട്ടോ. करी भी डाल सकते. बीच में अपन हल्दी पाउडर, मिर्ची पाउडर और बाकी अपन निकाल के रखा तो सब डालना है. लाइट लेकर चाहिए. पर स्टव स्लो आना. इधर स्टव स्लो करने के बाद में इसमें अपन मसाला डाल सकते हैं, नहीं तो पूरा जल जाएगा मसाला. ठंडा हो गया. थोड़ा तणुत्तिट्टुंड. इനി 1 ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി, हल्दी पाउडर, 5 टेबल स्पून चिल्ली, ये अपना काश्मीरी चिल्ली पाउडर. अभी मिर्ची के लिए हरा मिर्ची डाला था ना, ग्रीन चिल्ली डाला था. इसको जैसे तिक्का का कुछ प्रॉब्लम नहीं रहेगा. अभी आप तिक्का वाला डालने की ज़रूरत नहीं है. मेथी पाउडर और उलवപ്പൊടി. ഇതിലിപ്പോൾ ഞാൻ തിളപ്പിച്ച് വെച്ച വെള്ളം കുറച്ചുണ്ട്. കാരണം ഇതിലിപ്പം മാങ്ങ മാറ്റി വെച്ചിട്ട് 2 മണിക്കൂറല്ലേ വെച്ചിട്ടുള്ളൂ. 2 മണിക്കൂറാണത് ഉപ്പ് ഇട്ട് വെച്ചത്. അപ്പോൾ ഉപ്പിലെ വെള്ളം അത് കൂടുതലില്ലാത്തത് കാരണം ഇതിപ്പോൾ ഞാൻ ഒരു ഗ്ലാസ്, ചെറിയൊരു ഗ്ലാസ് വെള്ളം, തിളച്ച വെള്ളമുണ്ട്, അത് ഒഴിക്കാൻ പോകണം. എത്ര നമുക്ക് ഗ്രേവി വേണമെങ്കിൽ നമുക്ക് കൂടുതൽ വെള്ളം ഒഴിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതാ ഒരു ഗ്ലാസ് ചെറിയ വെച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ച് വെക്കാം. തിളച്ചിട്ടുണ്ട്. അരവല്ലൊക്കെ തിളച്ചു, നല്ലോണം വെന്തു. നമുക്ക് നമ്മൾ റായിക്ക പൗഡർ, സ്റ്റവ് ഓഫ് ചെയ്തു. കാരണം ഇതിലിപ്പം നമ്മൾ മാങ്ങിയിട്ട് കഴിഞ്ഞാൽ വെന്ത് പോകും. तो इसमें डालेगा ना अपना कैरी पूरे पक जाएगा. इसको जब ठंडा होने के बाद में डालेगा. ഈ ചീനച്ചട്ടിന് ചൂടേ ഉള്ളൂ. കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ അതുകൊണ്ടാണ് ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തത്. स्टव ऑफ किया, नहीं तो पूरा कैरी पक जाएगा ना इसकी वजह से. अब इसमें नमक डाला है, कैरी में नमक डाला है.
इसको जैसा फिर से नमक दे के चाहिए तो डालना पड़ेगा। ഹിങ് डालना पड़ता है। കായം ഇതല്ല, കായപ്പൊടിയാണ്. അപ്പോൾ കടുമാങ്ങ റെഡി ആയിട്ടുണ്ട്. അഭിപ്രായം പറയണേ. അപ്പോൾ ഇത്രയും നമുക്ക് ഗ്രേവി വേണ്ട കേട്ടോ. കൂടുതൽ ഗ്രേവി വേണമെങ്കിൽ ചോറ് ഒഴിച്ചുകൊണ്ട് അതിനകത്തൊന്നുമല്ല, നമുക്ക് കടുമാങ്ങയാണല്ലോ വേണ്ടത്. അപ്പോൾ കടുമാങ്ങക്ക് ഇങ്ങനെയാണ് ഗ്രേവി വേണ്ടത്. ओके, अब ये ठंडा होने के बाद में कांच का बोतल में डाल के रखने का। ये एल्युमिनियम का कढ़ाई ना, इसमें ज़्यादा टाइम रखने का नहीं, एल्युमिनियम का कढ़ाई में अचार बनाने का ही नहीं है। अब ये ठंडा अभी दूसरे बर्तन में, स्टील का बर्तन में ये डालेगा, फिर कांच का बोतल में डाल के रखेगा। एक हफ्ता होने के बाद में ये टेस्ट अच्छा रहेगा. ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക. ഓക്കെ, ഇത് ലൈക്ക് ചെയ്യുക, ഇഷ്ടമായാൽ കമൻറ്റ് പറയണേ എന്താണെന്ന്. थोड़ा തിക്കാ കമ്മേ, എരിവ് കുറവാണ് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് കുറച്ചും കൂടെ ഇത് പൊടി ഇടുവാണ്, മുളക് പൊടി ചൂടാക്കി ഇടാണ്. അപ്പോൾ थोड़ा തിക്കാ കം താ, എരിവ് കുറവായിരുന്നു. അപ്പോൾ ഇനി എരിവുള്ള മുളക് പൊടി ഞാൻ കുറച്ചൊന്ന് ചൂടാക്കിയിലിട്ട്, അപ്പോൾ അന്നിപ്പോൾ കുറച്ചൊരു ഇതായത് എരിവൊക്കെ ആയത്. അപ്പോൾ ഇതാ കൂടുതൽ നല്ല ചാറൊന്നും ഇല്ലാതെ, ഗ്രേവി ഒന്നും കൂടുതലില്ല. അപ്പോൾ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് പറയണേ, എന്താണെന്ന് അഭിപ്രായം പറയണേ. താങ്ക് യു. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.